ടേക്ക് ഇറ്റ് ഈസി കണ്ണിലൊരു മുള്ളു കൊണ്ടാൽ ടേക്ക് ഇറ്റ് ഈസി. ഈ ഒരു പാട്ടാണ് രാവിലെ അവർക്ക് ഇട്ട് കൊടുത്തത്. 45 ദിവസം ആയതിന്റെ സ്പെഷ്യലായിട്ട് ഗാർഡൻ ഏരിയയിൽ ഈ ഒരു ഐറ്റം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ സ്പെഷ്യൽ ആണെന്ന് തോന്നുന്നു ആ ഒരു പാട്ടും. സാറിന് 50 ഡേയ്സ് സ്പെഷ്യൽ ആയിട്ടാണ് ഇങ്ങനെ ഒരു സംഭവമൊക്കെ വെക്കാറുള്ള. വീട് അലങ്കരിക്കാറുള്ളത് 50 ഡേയ്സ് ആകുമ്പോഴാണ്. ഈ സീസൺ അത്രയ്ക്ക് ലാഭത്തിലാണെന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം കേട്ടോ. സീസൺ 6ന്റെ ഇതുവരെയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരാളെ കേന്ദ്രീകരിച്ചുള്ളതായിരുന്നില്ല. പലരെയും സെന്റർ ചെയ്തു പോയ ഒരു സീസണാണ്. പക്ഷെ വന്നു കയറിയ 2ാമത്തെ ദിവസം തന്നെ ഈ വീട്ടിലെ ചായ ആരടാ ഉണ്ടാക്കിയത്, വേലക്കാർക്ക് ഉണ്ടാക്കാൻ അറിയില്ല എന്നും ചോദിച്ച് ഒരു ലോജിക്കും ഇല്ലാത്തൊരു വഴക്കിൽ നിന്നും ഇന്ന് 45 ദിവസവും പിന്നിട്ട് അവിടെ യാത്ര തുടരുകയാണ് നമ്മുടെ ജിൻഡോ. ഈ സീസണിൽ ഏറ്റവും കൺസിസ്റ്റന്റ് ആയിട്ട് നിന്ന് കണ്ടന്റുകൾ കൊടുത്ത് കോൺട്രിബ്യൂട്ട് ചെയ്ത് വട്ടപൂജ്യത്തിൽ നിന്നും ഗ്രാഫ് ഉയർത്തിക്കൊണ്ട് വന്ന മനുഷ്യൻ. മണ്ടൻ എന്ന് വിളിച്ചവരെ കൊണ്ട് ചാണക്യൻ എന്ന് വിളിപ്പിച്ച മുതല്. ജിൻഡോയ്ക്ക് 70% പ്രേക്ഷക പിന്തുണയുണ്ട്. പക്ഷെ പുള്ളി ഒരിക്കലും ഒരു രാജാവല്ല. നമ്മളെയൊക്കെ പോലെ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉള്ള ഒരു സാധാരണ മനുഷ്യൻ തന്നെയാണ്. അതൊന്നും ജിൻഡോ ഒളിപ്പിച്ച് വെച്ച് അവിടെ നിന്നിട്ടില്ല, അല്ലെങ്കിൽ സേഫ് ഗെയിം കളിച്ച് നിന്നിട്ടില്ല, ഇമേജ് കോൺഷ്യസ് ആയിട്ട് കളിച്ചിട്ടില്ല. അത് തന്നെയാണ് പുള്ളിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് ഞാൻ കണക്കാക്കുന്നത്. ഈ സീസണിൽ ഏറ്റവും ഗെയിമിലേക്ക് ഇറങ്ങി കളിച്ച ഒരു മത്സരാർത്ഥിയാണ്. അതേപോലെ തന്നെ എവിടെ ഗെയിം കളിക്കണമെന്നും എവിടെ മിണ്ടാതിരിക്കണമെന്നും ജിൻഡോയ്ക്ക് കൃത്യമായിട്ട് അറിയാം. ഈ സീസൺ പുള്ളി വിജയിക്കുമോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല കേട്ടോ. ടോപ്പ് 2 ഞാൻ നോക്കിക്കാണുന്ന ഒരു മത്സരാർത്ഥിയാണ്. ഭാഗ്യം തുണച്ച് ഇതേ പ്രേക്ഷക പിന്തുണ കൺസിസ്റ്റന്റ് ആയിട്ട് 100 ദിവസവും കൊണ്ടുപോകാൻ ജിൻഡോയെ കൊണ്ട് സാധിച്ചാൽ ചിലപ്പോൾ ഈ സീസണിന്റെ കപ്പടിച്ചു എന്നിരിക്കും. പക്ഷെ ഇതുവരെ ഉള്ളതിൽ ഈ 45 ദിവസവും ഏറ്റവും നന്നായി ഗെയിം കളിച്ചത് ആരാണെന്ന് എന്നോട് ചോദിച്ചാൽ ജിൻഡപ്പൻ എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. കാരണം അത്രയും കിടിലനായിട്ടാണ് പുള്ളി അവിടെ നിന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.